എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികള് നടത്തിവരുന്ന രാമായണ മാസ ആചരണ രാമായണ പ്രഭാഷണ പരമ്പരയിലെ 6ാം ദിവസമാണ് ഇന്ന്. നമുക്ക് 3 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. അനന്യ ശിവകുമാർ, മുകുന്ദ ഹരി, ആരാധ്യ, 3 കുട്ടികൾ. അനന്യ ശിവകുമാർ +2 നല്ല രീതിയിൽ ക്ലാസ്സായി ഇപ്പോ ഡിഗ്രിക്ക് BA ഹിസ്റ്ററിക്ക് ചേർന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്. സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 കുറച്ച് ദിവസം നിന്നിട്ട് പിന്നെ കുട്ടികൾ അവർക്ക് പഠിക്കാൻ തിരക്കുണ്ട് എന്നുള്ളത് കൊണ്ടും പിന്നെ പൊതുവെ അങ്ങനെ ഒരു ധാരണ അവർ വലുതായി കുട്ടികളല്ല എന്നൊരു തോന്നലും കൂടെ അവര് പതുക്കെ ഈ പഠനത്തിൽ നിന്നൊക്കെ പുറകോട്ട് പോകാറുണ്ട്. വീട്ടിൽ സാധനയും പ്രാക്ടീസും ഒക്കെ ഉണ്ട്, പക്ഷെ മഠത്തിലേക്ക് വരുന്നത് കുറയും പൊതുവെ, അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അനന്യ അതിനൊരു എക്സെപ്ഷനാണ്. അനന്യ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ വരും. ഇപ്പോഴും ഡിഗ്രിക്ക് ചേർന്ന ശേഷവും മുടങ്ങാതെ വരുന്നു. ഞാൻ രാമായണത്തിന്റെ ആരെങ്കിലും പങ്കെടുക്കാനുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ പേര് തന്ന ആദ്യത്തെ കുട്ടിയാണ്. നല്ല തിരക്കാണ്, പഠിക്കുന്ന ഒരുപാട് തിരക്കാണ്. കോളേജിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരുപാട് നേരമാവും. ഓൺലൈനിൽ ഞാൻ ചോദിക്കുമ്പോൾ പറയാറുണ്ട് തിരക്കിനെ കുറിച്ച്. എന്നാലും അവളപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മോളെ ഇത് വേണോ? പിന്നെ തീർച്ചയായിട്ടും സാറേ എനിക്കത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല രീതിയിൽ കഴിഞ്ഞ 2 പ്രാവശ്യം അവതരിപ്പിക്കുകയും ചെയ്ത കുട്ടിയാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇതിൽ നിന്ന് വിട്ടുപോകാതെ കുട്ടികളെ ക്ലാസ് മുന്നോട്ട് പോകും തോറും അവർക്ക് തന്നെ ഇതിന്റെ ഒരു നന്മ എന്താണെന്ന് മനസ്സിലാക്കി അവര് ലോകത്തിന് നല്ല കുട്ടികളായിട്ട് വളരുകയും നല്ല ഒരു സമൂഹത്തിലേക്ക് നല്ല അവനവന്റെ ഏത് പ്രൊഫഷനിൽ പോയാലും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ആർജവം അവരിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് സത്യമാണ്. അതിന് അവർ സ്വയം മാനസികമായി തയ്യാറാവുന്നു എന്നറിയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അടുത്തതായിട്ട് മുകുന്ദ ഹരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഹാലക്ഷ്മി ഗോശാല എന്ന് പറഞ്ഞ ആനിക്കാട് ഒരു ഗോശാലയെ കുറിച്ച് നിങ്ങൾക്കറിയാം. സുരേഷ് ഗോപി സാറൊക്കെ വന്നു പോയിട്ടുള്ള മുകുന്ദ ഹരിയുടെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം മുകുന്ദ ഹരിയെ കാണാനായിട്ട് അവിടെ വന്നിട്ട് പോയത്. മുകുന്ദ ഹരിക്ക് എല്ലാ ഞായറാഴ്ചയും വരാൻ പറ്റില്ല ആനിക്കാടിൽ നിന്ന്. പക്ഷെ എല്ലാ ദിവസവും ഓൺലൈനിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഓൺലൈനിൽ കയറി ശ്രീരുദ്രം എല്ലാം പഠിച്ചപ്പോൾ മിടുക്കിയായിട്ടിരിക്കുന്നു. മുകുന്ദ ഹരിയും ഇന്ന് നമ്മുടെ രാമായണ പരമ്പരയിൽ പങ്കെടുക്കുന്നു. അതിന് പിന്നെ ആരാധ്യ ഒരു ക്ലാസ് മുടങ്ങാറില്ല. നമ്മുടെ മഠത്തിന്റെ അടുത്ത് തന്നെയാണ് അവര്. എന്നാലും അവരെ എന്തായാലും ക്ലാസ് മുടങ്ങാതെ ആരാധ്യ അനിയനും അവരുടെ പാരൻസ് വളരെയധികം അതിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി പഠിക്കുന്നതിനുമെല്ലാം നല്ല രീതിയിൽ അവരെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. വളരെ സന്തോഷമുണ്ട് കുട്ടികൾ ഇങ്ങനെ ഇത്രയും താല്പര്യം കാണിക്കുന്നതിൽ. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കഴിഞ്ഞ 2-3 ദിവസം എനിക്ക് ചില അസൗകര്യങ്ങൾ വന്നുപെട്ടു. ശബരിമലയിലെ ലക്ഷാർച്ചന, അങ്ങനെ 1-2 കാര്യങ്ങൾ, എൻ്റെ അമ്മയുടെ ബലി, അങ്ങനെ അത് പങ്കെടുക്കാൻ എനിക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റാതിരുന്ന സമയത്ത് ഏറ്റവും വളരെ സന്മനസ്സോടുകൂടി കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മുടെ ഈ പ്രോഗ്രാം ഏറ്റവും വിജയമാക്കുവാനായിട്ട് നമ്മളെ കൂടെ നിന്ന് അതിനുവേണ്ടി നമ്മളിൽ ഒരാളായി തന്നെ നിന്നുകൊണ്ടിരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു. ആദ്യമേ തന്നെ നന്ദി പറയണം, അവസാനം പറഞ്ഞാൽ പറ്റില്ല. ആദ്യമേ തന്നെ ഗോപാലകൃഷ്ണൻ സാറിനോട് ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്, എന്നാലും നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്ന് സഹായിക്കുന്ന ആളാണല്ലോ ഏറ്റവും വലിയ സുഹൃത്ത്. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തിനോട് നമ്മുടെ നന്ദി അറിയിക്കുന്നു. അനന്യ ശിവകുമാറിനെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് മുകുന്ദ ഹരിയോടൊപ്പം ക്ഷണിക്കുന്നു. 2 പേരും വീഡിയോ ഓൺ ചെയ്ത് കൊണ്ടുവരിക. അനന്യ, മുകുന്ദ, അല്ല മുകുന്ദയെ കൂടെ ഓൺ ചെയ്യട്ടെ. മുകുന്ദ, ശരി. ഈ 2 പേരും ശ്ലോകം ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് പ്രഭാഷണം തുടങ്ങുക. ആദ്യം മുകുന്ദ ചോദ്യം ചോദിക്കുന്നതിന് മറുപടി ആയിട്ട്. ഓക്കെ, ശരി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ.
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഈ രാമായണ മാസത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ ഗുരുനാഥൻ പരമേശ്വരൻ സാറിനോട് നന്ദി പറയുന്നു. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. വിവാഹശേഷം രാമലക്ഷ്മണന്മാർ അയോധ്യയിലേക്ക് പോകുമ്പോൾ ശ്രീ പരശുരാമനെ കാണുകയും യുദ്ധം ചെയ്യുകയും മറ്റും ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു തരാമോ? പറയാം. അയോധ്യയിലേക്കുള്ള യാത്രാമധ്യേ പെട്ടെന്ന് വീതിയിൽ പൊടിപടലം വ്യാപിച്ചു. എല്ലാവരും അമ്പരന്നു. അപ്പോൾ ഭീമാകാരനും ജടാമണ്ഡലധാരിയുമായ ഭാർഗവൻ, ജമദഗ്ഞൻ, രാജകുലാന്തകൻ അവിടെ പ്രത്യക്ഷനായി. വലിയ തേജസ്സോടെ അദ്ദേഹം ജ്വലിച്ചു. വെൺമഴവും ഉഗ്രശരങ്ങളുമേന്തി അദ്ദേഹം സംഹാരമൂർത്തിയായ ശിവനെ പോലെ ശോഭിച്ചു നിന്നു. പിതൃപദത്തിൽ അമർഷം പൂണ്ട് അദ്ദേഹം ക്ഷത്രിയന്മാരെയെല്ലാം കൊന്നുവല്ലോ. എങ്കിലും അദ്ദേഹത്തിന്റെ ദേഷ്യമടങ്ങിയില്ലേ? എല്ലാവരും ചിന്തിച്ചു. മഹർഷിമാർ അദ്ദേഹത്തിന് അഖ്യം നൽകി. അഖ്യം സ്വീകരിച്ച് അദ്ദേഹം ശ്രീരാമചന്ദ്ര സ്വാമിയെ നോക്കി ഇങ്ങനെ പറഞ്ഞു: ദാശരഥി രാമ, നിന്റെ അത്ഭുത വീര്യത്തെ പറ്റി ഞാൻ അറിഞ്ഞു. ഞാൻ മറ്റൊരു മഹത്തായ വില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പിതാവിൻ്റെതാണിത്. ഇത് ഞാൻ കെട്ടി നിന്റെ ബലം കാട്ടിത്തരിക. വില്ലു കുലച്ചാൽ നിനക്ക് ഞാനുമായിട്ട് ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് അവസരം നൽകാം. ഇതു കേട്ട ദശരഥ മഹാരാജാവ് ഭയന്നു. അദ്ദേഹം പരശുരാമനോട് ക്ഷമിക്കുവാൻ പറഞ്ഞു. പരശുരാമൻ അത് കേട്ടില്ല. പരശുരാമൻ വീണ്ടും പറഞ്ഞു: ക്ഷാത്രധർമ്മം മുൻനിർത്തി നീ ഈ വൈഷ്ണവ ജാപത്തിൽ ശരം തൊടുക്കുക, കാണട്ടെ. അതുവരെ പിതാവിനോടുള്ള ആദരത്താൽ മൗനം പാലിച്ചിരുന്ന ശ്രീരാമചന്ദ്ര സ്വാമി എന്റെ ക്ഷത്രിയ വീര്യം ഇതാ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് വൈഷ്ണവ വില്ല് കയ്യിൽ വാങ്ങി ഞാൻ കെട്ടി അതിൽ അസ്ത്രം തൊടുത്തു. എന്നിട്ട് പറഞ്ഞു: ഈ അസ്ത്രത്തിന് ഒരു ലക്ഷ്യം വേണം. അങ്ങ് ഒരു ബ്രാഹ്മണനായതിനാലും വിശ്വാമിത്ര മഹർഷിയുടെ ബന്ധുവായതിനാലും ഞാൻ അങ്ങയുടെ മേൽ ഈ അസ്ത്രം അയക്കുന്നില്ല. പക്ഷേ വേറൊരു ലക്ഷ്യം ഉടൻ പറഞ്ഞു തരിക. പരാജിതനായ പരശുരാമൻ തന്റെ തപശക്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അസ്ത്രം തൊടുക്കുവാൻ പറഞ്ഞു. അപമാനിതനായ അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ്സിനായി പോവുകയും ചെയ്തു. ചോദ്യം ചോദിക്കണ്ടേ മുകുന്ദ? പരശുരാമൻ പോയതിനു ശേഷം അവരെല്ലാവരും അയോധ്യയിലേക്കല്ലേ പോയത്? ഇനി അയോധ്യാകാന്ഡം തുടങ്ങുകയാണല്ലോ. അയോധ്യയിലെ വിശേഷങ്ങൾ പറയാമോ? പരശുരാമൻ പോയപ്പോൾ കീർത്തിമാനായ ദാശരഥി രാമൻ ആ വൈഷ്ണവ വില്ല് വരുണന്റെ പക്കൽ ഏൽപ്പിച്ച് അച്ഛനായ ദശരഥ മഹാരാജാവിനോട് നമുക്ക് അയോധ്യയിലേക്ക് പോകാമെന്ന് പറയുന്നു. നല്ല പൗരുഷമുള്ളവരും മഹാന്മാരുമായുള്ള കുമാരന്മാർ പത്നി സമേതരായി നല്ല ഐശ്വര്യത്തോടു കൂടി അസ്ത്രവിദ്യകൾ അഭ്യസിച്ചുകൊണ്ടും മാതാപിതാക്കളെ ശുശ്രൂഷിച്ചുകൊണ്ടും അയോധ്യയിൽ വസിച്ചു വന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഭരതന്റെ അമ്മാവനായ കേകേയ രാജപുത്രൻ യുധാജിത്ത് വന്ന് ഭരതനെ കേകേയ രാജ്യത്തേക്ക് ക്ഷണിച്ചു. ഭരതൻ ശത്രുഘ്നെയും കൂട്ടി കേകേയ രാജ്യത്തിലേക്ക് യാത്രയായി. എല്ലാവിധ സദ്ഗുണങ്ങളോട് കൂടിയ ശ്രീരാമനെ അയോധ്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. ശ്രീരാമനോടുള്ള അതിയായ സ്നേഹവും ആദരവും മൂലം അയോധ്യയിലെ ജനപ്രതിനിധികൾ ശ്രീരാമനെ എത്രയും വേഗം അയോധ്യയിലെ
യുവരാജാവായി വാഴിക്കണമെന്ന് ആഗ്രഹം ദശരഥ മഹാരാജാവിനെ അറിയിച്ചു. രാജാവിന് ഇത് കേട്ടപ്പോൾ അത്യധികം സന്തോഷമായി. അദ്ദേഹം മന്ത്രിമാരുമായി ആലോചിച്ചു. എല്ലാവർക്കും അത് ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അങ്ങനെ ശ്രീരാമനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനമായി. ദശരഥൻ പറഞ്ഞു, നാളെ പൂയം നക്ഷത്രം. എന്റെ മകൻ രാജീവ നേത്രനായ രാമനെ നാളെ തന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. അദ്ദേഹം രാമനെ തന്റെ അടുക്കലേക്ക് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: രാമ, ഞാൻ വൃദ്ധനായിരിക്കുന്നു. ധാരാളം യജ്ഞങ്ങളും ഞാൻ നടത്തി കഴിഞ്ഞു. എന്റെ പ്രാർത്ഥനാഫലമായി നിന്നെയും നിന്റെ അനുജന്മാരെയും എനിക്ക് പുത്രന്മാരായി ലഭിച്ചു. ഞാൻ ദേവർ ഋണവും ഋഷിർ ഋണവും പിതൃ ഋണവും വിപ്പർ ഋണവും ആത്മ ഋണവും വീട്ടി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാനുള്ളത് നിന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യുക എന്നതു മാത്രമാണ്. ഞാൻ ചില ദുർലക്ഷണങ്ങൾ കാണുന്നു. എനിക്ക് വല്ലാതെ ഭയം വരുന്നു. അതിനാൽ എന്റെ പ്രാണൻ പോകുന്നത് മുമ്പ് തന്നെ നിന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നു നീ വ്രതനിഷ്ഠയോടെ രാത്രി പത്നിയോട് കൂടെ ഉപവസിച്ച് ദർഭാവിരിപ്പിൽ കിടന്നുറങ്ങുക. നിന്റെ അനുജൻ ഭരതൻ ഇല്ലല്ലോ എന്ന് വിഷമിക്കേണ്ട. അവൻ സംതൃപ്തനാണ്, ധർമാത്മാവാണ്, ജ്യേഷ്ഠനെ ബഹുമാനിക്കുന്നവനാണ്. രാമ, നീ പോയി വരൂ. രാവിലെ അഭിഷേകത്തിനു തയ്യാറായി വരിക. ശ്രീരാമൻ അമ്മയുടെ അടുത്തെത്തി പറഞ്ഞു: അമ്മേ, അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് നാളെ എന്റെ യുവരാജാവായുള്ള അഭിഷേകം നടക്കാൻ പോകുന്നു. എല്ലാവർക്കും സന്തോഷമായി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു: സൗമിത്രേ, ഈ ഭൂമി എന്നോട് കൂടി പരിപാലിക്കുക. ഈ രാജ്യലക്ഷ്മി നിനക്കും അധീനയാണ്. കുലഗുരു വസിഷ്ഠനും ദശരഥന്റെ നിർദ്ദേശപ്രകാരം അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അദ്ദേഹവും ശ്രീരാമനോട് സീതയോടുകൂടി ഉപവാസം അനുഷ്ഠിക്കുവാൻ പറഞ്ഞു. രാമൻ ഗുരുവിനെ വണങ്ങി. പക്ഷെ അങ്ങനെ അഭിഷേകം മ്യൂട്ടായി കുഞ്ഞെ, മ്യൂട്ടായി. ഒന്നുകൂടെ ഓൺ ചെയ്തിട്ട് ഒന്നുകൂടെ പറ. പക്ഷെ അങ്ങനെ അഭിഷേകം നടന്നില്ല എന്നല്ലേ കേട്ടിട്ടുള്ളത്? കൈകേയി മാതാവ് അത് മുടക്കിയെന്നാണല്ലോ കേട്ടിരിക്കുന്നത്. അതൊന്ന് വ്യക്തമാക്കാമോ? ശരിയാണ്, അഭിഷേകം നടന്നില്ല. രാമൻ അഭിഷേകം നടക്കാൻ പോകുന്നുവെന്നറിഞ്ഞ് അയോധ്യ നഗരം മുഴുവൻ ആഘോഷവും പാട്ടും വാദ്യഭേരികളോടും കൂടി മുഖരിതമായി. ഈ ആഘോഷം കണ്ട് കൈകേയി ദാസിയായ മന്ദര എന്ന കുബ്ജയ്ക്ക് അസൂയ കൊണ്ട് സമനില തെറ്റി. അവൾ തന്റെ യജമാനത്തിയായ കൈകേയി രാജ്ഞിയോട് ഈ അഭിഷേകം നടന്നാൽ കൈകേയിക്ക് നേരിടേണ്ടി വരാവുന്ന അപമാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ അഭിഷേകം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് പറഞ്ഞു. അതിനുള്ള ഉപായവും പറഞ്ഞു കൊടുത്തു. എന്താണ് ഉപായങ്ങൾ? പിന്നെ എന്ത് സംഭവിച്ചു? ദശരഥ മഹാരാജാവിന് പണ്ട് ഒരു യുദ്ധത്തിൽ തന്നെ സഹായിച്ചപ്പോൾ കൈകേയിക്ക് ആവശ്യമുള്ളപ്പോൾ 2 വരങ്ങൾ തരാമെന്ന് സമ്മതിച്ചിരുന്നു. ഇത് മന്ദരയ്ക്ക് അറിയാമായിരുന്നു. അവർ ഇപ്പോൾ കൈകേയിയെ കൊണ്ട് ആ 2 വരങ്ങൾ അഭിഷേകം മുടക്കാനായി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. കൈകേയി അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മന്ദര ഭരതന് രാജ്യം കിട്ടാനും രാമന് കിട്ടാതിരിക്കാനുമുള്ള 2 ഉപായങ്ങൾ കൈകേയിക്ക് പറഞ്ഞു കൊടുത്തു. ദശരഥൻ കൈകേയിയോട് സന്തോഷ വാർത്ത അറിയിക്കാനായി അന്തഃപുരത്തിലേക്ക് വന്നപ്പോൾ ദേവി അത്യധികം ക്രുദ്ധയായി ക്രോധാലയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. ക്രുദ്ധയായി ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് മുടിയഴിച്ചിട്ട് രാജാവിനോട് കൈകേയി പറഞ്ഞു: അങ്ങെനിക്ക് പണ്ട് തരാമെന്ന് പറഞ്ഞ വരങ്ങൾ ഇപ്പോൾ എനിക്ക് വേണം. രാജാവ് സമ്മതിച്ചു. ആ 2 വരങ്ങൾ ഇവയാണ്. 1, രാമൻ 14 കൊല്ലം ദണ്ഡകാരണ്യത്തെ ആശ്രയിച്ചു കഴിയണം. മരവുരി, മാൻതോൽ എന്നിവ ധരിച്ച് താപസനായി കഴിയണം. ഇന്നു തന്നെ രാമൻ വനത്തിലേക്ക് പോകുന്നത് എനിക്ക് കാണണം. 2, ഭരതൻ യുവരാജാവായി വാഴണം. ഭരതനെ യുവരാജാവായി വാഴിക്കണം. ഇതാണ് കൈകേയി ദശരഥ മഹാരാജാവിനോട് ചോദിച്ച 2 വരങ്ങൾ. അപ്പോൾ ദശരഥ മഹാരാജാവ് എന്തു ചെയ്തു? രാജാവ് അത്യധികം വ്യസനത്തോടെ
കണ്ണീരോടെ കൈകേയിയെ ശപിച്ചുകൊണ്ട് ആ 2 വരങ്ങൾ അങ്ങനെ തന്നെയാകട്ടെ എന്ന് സമ്മതിച്ചു. ഇതിനു കാരണം ദിക്ഷാഗു വംശം രാജാക്കന്മാർ സത്യപരിപാലനത്തിനും ധർമ്മപരിപാലനത്തിനും പേരുകേട്ടവരാണ്. താൻ പണ്ട് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് തന്റെ ധർമ്മമാണ്, അല്ലെങ്കിൽ വംശത്തിന് ധർമ്മച്ഛതി വരും, വംശം അപമാനിക്കപ്പെടും, അല്ലെങ്കിൽ അപകീർത്തിപ്പെടും. ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സങ്കടം കൊണ്ട് വിവശനായ അദ്ദേഹം ശ്രീരാമനെ വിളിച്ച് 2 വരങ്ങളുടെ കാര്യങ്ങൾ അറിയിച്ചു. ഉടനെ ബോധം പോയി താഴെ തളർന്നു വീഴുകയും ചെയ്തു. സായിറാം. അപ്പോ രണ്ടുപേരും നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. രണ്ടുപേരും നന്നായിട്ട് അവതരിപ്പിച്ചു. മതിച്ചേട്ടാ. താങ്ക് യു സാറേ. ആ പിന്നെ കഴിഞ്ഞ ദിവസം അച്ഛൻ ഈ കേരളത്തിന്റെ കോട്ടയം ജില്ലയുടെ മാസ്റ്റർ ഫാർമർ ആയിട്ട് തെരഞ്ഞെടുത്തായിരുന്നു. ആണോ? ഓ നന്നായി കേട്ടോ. വെരി ഗുഡ്. കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞേക്കും അച്ഛനോട് കേട്ടോ. പറയാം. ശരി മതിച്ചേട്ടാ. പോരെ കീർത്തനം കൂടെ കഴിഞ്ഞിട്ട് പോരെ? കീർത്തനം കൂടെ കഴിഞ്ഞിട്ട് പോരെ? ആയിക്കോട്ടെ. ആരാധ്യ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശികാമണേ മുകുന്ദ രാമ പാഹി മാം. നിൻചരീതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിത രാമമന്ത്രമോതിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോട് മത്സ്യമായവതരിച്ച മാധവ വക്ഷസാങ്കിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോട് മന്ദരമുയർത്തുവാനയുന്നുടൻ കൂർമ്മമായവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടിയായങ്ങളെന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരുമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യമന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടരാം നിശാചരവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനെ മീക്കു മോക്ഷമീണ്ട രാമ പാഹി മാം. വിദേഹരാജ്യമുൾപ്പുകിന്തു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു
തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട് രാമ രാമ പാഹി മാം. പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിന്നു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹി മാം. ശബരിയാശ്രമേഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹി മാം. സീതയോടു ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹി മാം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങൾ ആശു തീർത്ത രാമ രാമ പാഹി മാം. വൻചിറ തൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹി മാം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായ ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദ രാമ പാഹി മാം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തു കൊണ്ട രാമ രാമ പാഹി മാം. രാക്ഷസ കുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹി മാം. വന്യമണ്ഡലേ ഇരുന്ന സീതയെ വഹിച്ചുകൊണ്ടു വന്നയോധ്യ പുക്കിടുന്ന രാമ രാമ പാഹി മാം. രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹി മാം. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹി മാം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ആരാധ്യ നന്നായിട്ട് ചൊല്ലി കേട്ടോ. നല്ല ക്ലിയർ ആയിരുന്നു. ശരിക്കും കഥ മുഴുവനായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായിട്ട് ചൊല്ലി കേട്ടോ. നല്ല ഭക്തിയോടെ ആയിരിക്കട്ടെ. ഇനി നല്ല നല്ല പ്രഭാഷണമൊക്കെ ചെയ്യണം നമുക്ക് ഇനി അടുത്ത വർഷം. നല്ല മിടുക്കിയായിട്ട് വരണം. ഓക്കെ. സായിറാം ചേട്ടാ. സായിറാം. ആരാധ്യത് രാമായണ മാസത്തിൽ മാത്രം ചൊല്ലി നിർത്തരുത്. ഓർമ്മയുള്ള കാലം മുഴുവൻ ഈ കീർത്തനങ്ങൾ ചെല്ലണം കേട്ടോ. അതിൻ്റെതായിട്ടുള്ള ശക്തിവിശേഷങ്ങളൊക്കെ ഉള്ളതാണ്. ചൊല്ലാതിരിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. പിന്നെ ചോദ്യോത്തരം വളരെ ലളിതമായ ചോദ്യമായിരുന്നു. എങ്കിലും അതിന്റെ ഉത്തരം വളരെ വിശദമായ രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞു. ശരിക്ക് പഠിച്ചതിന് ശേഷം മാത്രമാണ് പറയാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും എല്ലാ മംഗളങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു കേട്ടോ. നമസ്കാരം. അനന്യ, ആരാധ്യ, മുകുന്ദ. ഇന്നലെ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ എന്ത് പ്രാസൊപ്പിച്ചിട്ടാണ് പരമേശ്വരൻ സാറ് പിള്ളേരെ സെലക്ട് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭംഗിയായിട്ട് പറഞ്ഞു. ചോദ്യവും ഉത്തരവും അത് തന്നെ ഒരു നോവൽ സംരംഭമാണ് ശരിക്കും പറഞ്ഞ. അപ്പൊ അത് വളരെ നന്നായിട്ട് പറഞ്ഞു. പിന്നെ സന്ധ്യാനാമം ചൊല്ലിയ മോളും നന്നായിട്ട് ചൊല്ലി കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ.
സാർ മ്യൂട്ടാണ് സാർ. നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ 3 പേര് തന്നെ പങ്കെടുക്കുന്നത്. അനിത ശിവകുമാർ, ആരാത്രിക അരവിന്ദ്, നേഹ. ഇവർ 3 പേരാണ് നാളെ പങ്കെടുക്കുന്നത്. നമുക്കെല്ലാവർക്കും നേരത്തെ തന്നെ വന്ന് കുഞ്ഞുങ്ങളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. ഇവര് അവസാനം സന്ധ്യാനാമം ചൊല്ലുന്ന കുട്ടികളൊക്കെ ഇനി അടുത്ത വർഷം അവരെ കൊണ്ടൊക്കെ നമുക്ക് പ്രഭാഷണം ചെയ്യിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അവരുടെ ഒരു ആദ്യം രാമനാമം ചൊല്ലി ഭഗവാന്റെ അനുഗ്രഹം നേടട്ടെ എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇപ്രാവശ്യം അവരെ കൊണ്ട് 108 ശ്ലോകങ്ങളിൽ നിന്ന് 36 ശ്ലോകം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചൊല്ലിക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ കുട്ടികൾ അതിനോട് റെസ്പോണ്ട് ചെയ്തു. അവർക്ക് വളരെ സന്തോഷമാണ് അത് ചൊല്ലുന്നതില്. ഇനി അത് അവരുടെ മധുചേട്ടൻ പറഞ്ഞ പോലെ അവരുടെ നിത്യജീവിതത്തില് ദിവസവും ഇതൊരു 5 മിനിറ്റ് മതി ഈ 36 ശ്ലോകം ചെല്ലാൻ. അത് കുഞ്ഞുങ്ങൾ ചെയ്ത് ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും ഹനുമസ്വാമിയുടെയും അനുഗ്രഹം, രാമനാമത്തിന്റെ ശക്തി അവരുടെ ഗൃഹത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അതിന്റെ തേജസ് അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളെയും ഇത് കേട്ട് അതിന്റെ ഒരു ദിവ്യ അനുഭൂതിയിലേക്ക് നമുക്കും ഉയരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. നാളെ എല്ലാവരും നേരത്തെ തന്നെ ഏറെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗോപാലകൃഷ്ണ സാറിന് ഒന്നുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹം ചെയ്ത വലിയ സേവനത്തിന് നന്ദി പറഞ്ഞു. സായിറാം. എല്ലാവർക്കും സായിറാം. കുഞ്ഞുങ്ങളെ സായിറാം സാർ.